നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് മെയ് 1 മുതൽ തന്നെ നടപ്പാക്കണമെന്ന് കർശന നിർദ്ദേശവുമായി മോട്ടോർ വാഹന വകുപ്പ്. RDO, ജോയിന്റ് RDOമാർക്കാണ് നിർദ്ദേശം നൽകിയത്. മെയ് 1 മുതൽ പുതിയ പരിഷ്കരണങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ RDO, ജോയിന്റ് RDOമാർക്ക് എതിരെ നടപടിയെടുക്കും. നിലവിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സ്ഥലത്ത് തന്നെ പുതിയ പരിഷ്കരണങ്ങൾ കൊണ്ടുവരണമെന്നാണ് നിർദ്ദേശം. ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ മറ്റ് സ്ഥലങ്ങൾ പരിഗണിക്കാം. ഇതിനായി സർക്കാർ, പൊതുമേഖലാ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭൂമി ഏറ്റെടുക്കാം. സർക്കാർ ഭൂമി ലഭിക്കാത്ത പക്ഷം സ്വകാര്യ ഭൂമി ഏറ്റെടുക്കാം. ഇതിന്മേലുള്ള വാടക സംബന്ധമായ വിവരങ്ങൾ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറെ അറിയിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. കൈകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ഗിയർ ഷിഫ്റ്റിംഗ് സംവിധാനം മോട്ടോർ സൈക്കിളുകളിൽ നിന്ന് അപ്രത്യക്ഷമായതിനാലും അത്തരം വാഹനങ്ങളിൽ പരിശീലനം ലഭിച്ചവർക്ക് കാലുകൊണ്ട് ഗിയർ സെലക്ഷൻ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതായും മനസ്സിലാക്കുന്നു. ആയതിനാൽ മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ എന്ന വിഭാഗത്തിന് ഇനി മുതൽ കാൽപാദം കൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന ഗിയർ സെലക്ഷൻ സംവിധാനമുള്ളതും 95 cc മുകളിൽ എഞ്ചിൻ കപ്പാസിറ്റിയുമുള്ളതുമായ മോട്ടോർ സൈക്കിൾ മാത്രമേ ടെസ്റ്റിന് ഉപയോഗിക്കാനാകൂ. ഡ്രൈവിംഗ് പരിശീലനത്തിന് ഉപയോഗിക്കുന്ന പല വാഹനങ്ങളും കാലപ്പഴക്കമുള്ളതും പുതിയ വാഹനങ്ങളുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതുമായതിനാൽ ഡ്രൈവിംഗ് സ്കൂൾ ലൈസൻസിൽ ചേർക്കുന്ന വാഹനങ്ങളുടെ പ്രായം 15 വർഷമായി നിജപ്പെടുത്തും. ഇത്തരം പഴയ വാഹനങ്ങൾ 1/5/2024 മുൻപ് മാറ്റി 15 വർഷത്തിൽ കുറവ് കാലപ്പഴക്കമുള്ള വാഹനങ്ങൾ ലൈസൻസിൽ ചേർക്കേണ്ടതുമാണ്. നിലവിൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് നേടുന്നതിനുള്ള കേന്ദ്ര മോട്ടോർ വാഹന ചട്ടപ്രകാരമുള്ള നിബന്ധനകൾ ഓട്ടോമാറ്റിക് ഇലക്ട്രിക്കൽ വാഹനങ്ങളിൽ ടെസ്റ്റ് നടത്തുമ്പോൾ പരിശോധിക്കാൻ കഴിയില്ല. മാത്രമല്ല, ഓട്ടോമാറ്റിക് ഗിയർ ഉള്ള വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് മാനുവൽ ഗിയർ വാഹനങ്ങൾ ഓടിക്കുന്നതിന് സാധിക്കുകയില്ല. ആയതിനാൽ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിന്റെ ടെസ്റ്റിന് ഓട്ടോമാറ്റിക് ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. മോട്ടോർ സൈക്കിൾ വിഭാഗത്തിലെ പാർട്ട് 2 റോഡ് ടെസ്റ്റ് വാഹന ഗതാഗതമുള്ള റോഡിൽ തന്നെ നടത്താൻ നിർദ്ദേശം നൽകുന്നു. ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ വിഭാഗത്തിലെ പാർട്ട് 1 ആംഗുലർ പാർക്കിംഗ്, പാരലൽ പാർക്കിംഗ്, സിഗ്സാഗ് ഡ്രൈവിംഗ്, ഗ്രേഡിയന്റ് ടെസ്റ്റ് എന്നിവ ഉൾപ്പെടുത്തി പരിഷ്കരിക്കും. പ്രതിദിനം ഒരു MVIയും AMVIയും ചേർന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ട എണ്ണം 30 നിജപ്പെടുത്തി. ഡ്രൈവിംഗ് ടെസ്റ്റിനായി ഉപയോഗിക്കുന്ന സ്കൂളിന്റെ LMV വാഹനങ്ങൾ ടെസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നതിന് ഡാഷ്ബോർഡ് ക്യാമറയും വെഹിക്കിൾ ലൊക്കേഷൻ ട്രാക്കിംഗ് ഡിവൈസും ഉടമ വാങ്ങി ഘടിപ്പിക്കണം. ടെസ്റ്റ് റെക്കോർഡ് ചെയ്ത മെമ്മറി കാർഡ് ഓഫീസിലെ കമ്പ്യൂട്ടറിൽ കോപ്പി ചെയ്ത ശേഷം 3 മാസം വരെ സൂക്ഷിക്കേണ്ടതാണ്. LMV ടെസ്റ്റ് കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് ട്രാക്കിൽ നടക്കുന്ന സ്ഥലങ്ങളിൽ ആംഗുലർ പാർക്കിംഗ്, പാരലൽ പാർക്കിംഗ്, സിഗ്സാഗ് ഡ്രൈവിംഗ്, ഗ്രേഡിയന്റ് ടെസ്റ്റ് എന്നിവ പ്രത്യേകം പരിശോധിക്കണം.